ഇവിടെ കോംറേഡ്സ് ആകെ അസ്വസ്ഥരാണ് ഗൈസ്. പിന്നെ അല്ലാണ്ട് മുന്നണിക്ക് പുറത്തുനിന്നുള്ള പ്രശ്നം കൂടാണ്ട് മുന്നണിയുടെ അകത്തും പ്രശ്നം ഉണ്ടായാല് അസ്വസ്ഥരാവില്ലേ? SFIയുടെ പേരിൽ ഇപ്പോ CPIയും CPIMും വാക്കുകൾ കൊണ്ട് യുദ്ധം നടത്താണ്. പ്രിൻസിപ്പലിനെ മർദ്ദിച്ചതിലും KSU നേതാവിനെ ഇടിമുറിയിൽ പൂട്ടിയിട്ട് മർദ്ദിച്ചെന്ന ആരോപണത്തിലും SFIക്കെതിരെ വലിയ രീതിയിൽ വിമർശനം ഉയരാണ്. ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോ, ഞങ്ങളെ ഭരിക്കണ പാർട്ടിയുടെ പിള്ളേരാണെന്നാണ് നമ്മുടെ കുട്ടി കോംറേഡ്സിന്റെ ചിന്ത. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇടുത്തി പോലെ CPIയുടെ ഭാഗത്തുനിന്ന് SFIക്കെതിരെ വിമർശനം വരുന്നത്. SFI ആ ശൈലി തിരുത്തിയേ തിരുത്തണം. ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ശൈലിയല്ല അത്. അതൊരു വളരെ പ്രാകൃതമായിട്ടുള്ള സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അത് SFIക്ക് നിരക്കില്ല. SFIയിലെ സുഹൃത്തുക്കൾ, സഹാക്കൾ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം വായിക്കണം. പുതിയ SFIക്കാർക്ക് ഈ പുതിയ ലോകത്തിന് മുമ്പിലുള്ള ഇടതുപക്ഷത്തിൻ്റെ കടമയെപ്പറ്റി അറിയില്ല. അവരെ പഠിപ്പിക്കണം. പഠിപ്പിച്ചില്ലെങ്കിൽ, ആ ശരിയായ പാഠം പഠിച്ച് അവർ തിരുത്തിയില്ലെങ്കിൽ SFI ഇടതുപക്ഷത്തിന് ഒരു ബാധ്യതയായിട്ട് മാറും. അതെന്ത് വർത്താനാണ് സഖാവെ പറയണത്? ചരിത്രം പഠിക്കാനാണോ SFI ഇവിടെ ഉള്ളത്? എല്ലാരെയും അടിച്ചിടിച്ച് ശരിപ്പെടുത്താന്നുള്ളതല്ലേ ആ പിള്ളേർക്ക് അറിയണത്? അതിന് ചരിത്രം പഠിക്കണമെന്ന് ഉപദേശിക്കണത് കഷ്ടാണ് കേട്ടോ. എന്നാലും SFI ഇടതുപക്ഷത്തിന് ബാധ്യതയാവും പറഞ്ഞല്ലോ. അത് ഞങ്ങളുടെ കുട്ടി കോംറേഡ്സ് എങ്ങനെ താങ്ങും? ഇതിനാണോ 24 മണിക്കൂറും ആ പിള്ളേർ കഷ്ടപ്പെട്ട് തല്ലുണ്ടാക്കിയത്? വ്യാജ സർട്ടിഫിക്കറ്റും ആൾമാറാട്ട കേസൊക്കെ ഉണ്ടാക്കിയത്? പാവം പിള്ളേർ. നിങ്ങൾ വിഷമിക്കേണ്ട പിള്ളേരെ. കാര്യം CPI നമ്മുടെ മുന്നണിയുടെ ആൾക്കാരൊക്കെ തന്നെയാണ്. പക്ഷെ നമ്മുടെ പിള്ളേരുടെ തെറ്റ് തിരുത്തിച്ച് നേർവഴിക്ക് നടത്തിക്കാനൊന്നും ആരും കരുതണ്ടട്ടാ. പിള്ളേരെ തൊട്ടാലേ വലിയ മുതലാളി ചാടി വീഴും. എന്താ ഭയർ കിട്ടും. CPIMും അതുപോലെ തന്നെ SFIയും അതുപോലെ തന്നെ ഗവൺമെൻറ്റും ഒക്കെ ഒരു വഴിയിൽ കെട്ടി തൂക്കിയ ചെണ്ട എന്ന രൂപത്തിലാണല്ലോ ചിലരൊക്കെ കാണുന്നത്. അത് തന്നെ. തെരഞ്ഞെടുപ്പ് തോറ്റപ്പോ എല്ലാം CPIMന്റെയും മുഖ്യമന്ത്രിയുടെയും പ്രശ്നമാണെന്ന് പറഞ്ഞ് ഈ CPI കുറെ വിമർശനം ഉന്നയിച്ചു. അതും പോരാഞ്ഞിട്ട് ഇപ്പൊ നമ്മുടെ പിള്ളേരുടെ നെഞ്ചത്തോട്ടും കയറിയിരിക്കണു. ഇതൊന്നും ഇവിടെ അനുവദിച്ചു തരാൻ പറ്റില്ലേട്ടാ. രക്തം നഷ്ടപ്പെട്ട, വിദ്യാഭ്യാസം നഷ്ടപ്പെട്ട എത്രയോ സഖാക്കൾ ഇപ്പോഴും ഉണ്ട്. 35 പേര് ആദ്യം തന്നെ നഷ്ടപ്പെട്ടു. ഞങ്ങളൊക്കെ വളർന്നു വന്നൊരു പ്രസ്ഥാനമാണത്. ഞങ്ങളൊക്കെ രൂപപ്പെടുത്തിയൊരു പ്രസ്ഥാനമാണ്. അതിനെ നശിപ്പിക്കാൻ ഒരാളെയും സമ്മതിക്കില്ല. ബാലൻ സഖാവ് ടെറർ മോഡ് ഓണാക്കിയിരിക്കുകയാണ്. അപ്പം നമ്മൾ വിചാരിക്കും ബിനോയ് വിശ്വം ഇതിന്റെ പിന്നാലെ ആഞ്ഞടിക്കാൻ വരുന്നു. മൂപ്പര് ആകെ സൈലന്റ് ആണ്. ഇപ്പൊ മൊത്തം ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ആണ്. ബാല്യം നടത്തുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അറിയാം, നല്ലവണ്ണം അറിയാം. എന്തെല്ലാം ബാലൻ എങ്ങനെയെല്ലാം പറഞ്ഞാലും അതിനകത്ത് ഞാൻ പ്രകോപിതനാവില്ല. എനിക്കിതേ പറയാനുള്ളൂ. എന്റെ പ്രിയപ്പെട്ട ബാലൻ, എന്റെ ബാലൻ അവനെന്റെ ചങ്കല്ല, ചങ്കിടിപ്പാണ്. പറഞ്ഞോ, എന്ത് വേണമെങ്കിലും പറഞ്ഞോ, ഒരു കുഴപ്പമില്ല എന്നാണ് ബിനോയ് വിശ്വം പറയണത്. എത്രയൊക്കെ ഇമോഷണൽ ഡയലോഗ് അടിച്ചിട്ടും കാര്യമില്ല സഖാവെ. മൂർഖം പാമ്പിനെയാണ് നിങ്ങൾ നോവിച്ചിട്ടിരിക്കുന്നത്. അല്ല, മുന്നണിക്കകത്തുള്ള ആൾക്കാരായാലും പുറത്തുള്ള ആൾക്കാരായാലും അവർക്കൊക്കെ തന്നെ വേണ്ടിയിട്ടാണ് ഞാനീ പറയുന്നത്. ഒരു വിദ്യാർത്ഥി സംഘടനയെ പട്ടിയാക്കി പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ഈ കേരളത്തിലെ പൊതുസമൂഹം അംഗീകരിക്കില്ല. മുന്നണിക്ക് അകത്തുള്ള ആളായാലും പുറത്തുള്ള ആളായാലും SFIനെ കടിച്ചു കീറാന്ന് ആരും കരുതണ്ടെന്നാണ് ബാലൻ സഖാവ് കലിപ്പായിട്ട് പറഞ്ഞിരിക്കുന്നത്. തെറ്റ് തിരുത്തണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ 4 പാടുന്ന് വിമർശിക്കാൻ എന്തോരം പേരാ. ഇത്രയും ഗതികേട് വേറെ ആർക്കെങ്കിലും ഉണ്ടാവോ? ബാലൻ സഖാവ് ഇത്രയും തള്ളി പറഞ്ഞിട്ടും നമ്മുടെ ബിനോയ് വിശ്വത്തിന്റെ സ്വരം ഒരിക്കൽ പോലും ഒന്ന് കടുത്തില്ല കേട്ടാ. നിഷ്കളങ്ക സൗഹൃദത്തിന്റെ ഉത്തമ ഉദാഹരണം തന്നെ. ബാലൻ പറയുമ്പോഴത്തേക്ക് ഒരു ബാലൻ ടച്ച് ഉണ്ടാകും. ആ ടച്ചിനെ ഞാൻ മാനിക്കുകയും ചെയ്യും. എനിക്ക് സ്നേഹമാണ് ബാലനോട്. അത് പുത്തൻ സ്നേഹമല്ല. ബാലൻ SFI, ഞാൻ ISF. അന്ന് ആരംഭിച്ച ബന്ധമാണത്. ബാലൻ പറയും പോലെ ഞാൻ പുറത്തു വെച്ചല്ല ബാലനെ കണ്ടത്, അകത്ത് വെച്ചാൽ ബാലനെ കണ്ടത്. ആദ്യമായിട്ട് ബാലൻ മത്സരിക്കുമ്പോൾ ഒറ്റപ്പാലത്ത് നിന്ന് ലോക്സഭയിലേക്ക് ബാലൻ മത്സരിക്കുമ്പോൾ SFI നേതാവാണ്. ബാലൻ്റെ ക്യാമ്പയിനിൽ പങ്കെടുക്കാൻ വേണ്ടി അവിടെ പോയി ബാലൻ അറിഞ്ഞും അറിയാതെയും ക്യാമ്പ് ചെയ്ത സഖാവാണ് ഞാൻ. പൊതുപ്രവർത്തനത്തിൽ കേരളത്തിലില്ലാതിരുന്ന, ഇന്ത്യ രാജ്യത്തില്ലാതിരുന്ന ആൾക്കാർക്കൊക്കെ SFIയുടെ ചരിത്രം മനസ്സിലായിക്കൊള്ളണമെന്നില്ല. മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും ഇപ്പം ഞാൻ പറയുന്നില്ല.
SFIയുടെ രക്തം കുടിക്കാൻ അനുവദിക്കില്ല, അത് ആദ്യം തന്നെ പറയാ. നിങ്ങൾ അറിയാതെ നിങ്ങൾക്ക് വേണ്ടി എന്തോരം പ്രവർത്തിച്ചത് നമ്മുടെ ബിനോയ് വിശ്വം. എന്നിട്ട് SFIയുടെ കാര്യം വന്നപ്പോ നിഷ്കരണം മൂപ്പരെ തള്ളി കളഞ്ഞില്ലേ? കഴിഞ്ഞു, ഈ ജന്മത്തിലെ ബന്ധങ്ങളൊക്കെ കഴിഞ്ഞു എന്ന് പറയണമെന്നുണ്ട്. പക്ഷെ ഇല്ല, അവിടെ ബിനോയ് വിശ്വം നിങ്ങൾ തോൽപ്പിച്ചിരിക്കുന്നു. ആ ബന്ധം വലിയ ബന്ധമാണ്. അതെന്നെ പറ്റിയൊന്നും ബാലൻ ഒരിക്കലും ഉള്ളിൽ കാലുഷ്യം വയ്ക്കില്ല. അറിഞ്ഞുകൊണ്ട് ബാലൻ എന്നെപ്പറ്റി ഒരു ചീത്തയും പറയില്ല എന്ന ബോധ്യം എനിക്കുണ്ട്. ബാലൻ ഒരുപാട് സുഹൃത്തുക്കളെ ശ്രമിച്ചു നോക്കി, എന്തെങ്കിലും ഞാൻ ബാലനെ പറ്റി പറയുമെന്നോ. അങ്ങനെ പറയാൻ എനിക്ക് പറ്റില്ല. ബാലൻ സഖാവ് അടക്കം നമ്മുടെ പിള്ളേരെ ചേർത്ത് നിർത്തി വിമർശകരുടെ വായടപ്പിച്ച് സംസാരിച്ചപ്പോ നമ്മുടെ കുട്ടി കോംറേഡ്സിന് കോൺഫിഡൻസ് കൂടി. ഇനിയിപ്പോ മുന്നണിയിലെ ഏത് മുതിർന്ന നേതാവിനാണെങ്കിലും ശരി, തിരിച്ചു പറയാൻ നമ്മുടെ പിള്ളേർക്ക് ഉശിര് കൂടും. CPI സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ഇടതുപക്ഷത്തിന്റെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളാണ്. ചില മാധ്യമങ്ങൾ ഉൾപ്പെടെ സൃഷ്ടിക്കുന്ന പൊതുബോധത്തിന് ഈ ആളുകൾ വിധേയപ്പെട്ടു പോകാൻ വേണ്ടി പാടില്ല. വസ്തുത മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ ആളുകൾ തയ്യാറാകേണ്ടതായിട്ടുണ്ട്. SFIയിൽ തിരുത്തൽ വേണം. ഇല്ലെങ്കിൽ സുരേഷ് കുറുപ്പ് ഒരിക്കൽ പറഞ്ഞ മാതിരി SFI നാമധാരികൾ SFIയെ ജനമധ്യത്തിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്നവരിൽ പോലും അപമതിപ്പുണ്ടാക്കുന്നൊരു ആൾക്കൂട്ടമായിട്ട് മാറും. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. കുട്ടി സഖാക്കൾ വിമർശിക്കുമ്പോഴും മിണ്ടാണ്ടിരിക്കണം, അതാണ് ഇവിടുത്തെ ഒരു രീതി. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ചരിത്രം വായിക്കണം. പുതിയ SFIക്കാർക്ക് ഈ പുതിയ ലോകത്തിന് മുമ്പിലുള്ള ഇടതുപക്ഷത്തിന്റെ കടമയെപ്പറ്റി അറിയില്ല, അവരെ പഠിപ്പിക്കണം. ഞങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമായി ഞങ്ങൾ ചരിത്രം പഠിക്കുന്നുമുണ്ട്. ഞങ്ങളുടെ പ്രവർത്തകർക്ക് കൃത്യമായി വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന്റെ ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. ബിനോയ് വിശ്വം മാത്രല്ലാട്ടാ, നിങ്ങളുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കേണ്ട AISFനും നിങ്ങളോട് നിരസുണ്ട്. ഇപ്പൊ SFIക്ക് നേരെയുള്ള ആക്രമണം അത് SFIയെ മാത്രം ലക്ഷ്യമാക്കിയുള്ളതല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ബോധ്യം. അത് കേരളത്തിനകത്തുള്ള ഇടതുപക്ഷ മൂവ്മെന്റിനെ ആകെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഇടപെടലാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും വലതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും SFIയെ ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന വളരെ ആസൂത്രിതമായ ഒരു പ്രൊജക്ടിന് യാതൊരു നിലക്കും ചിന്തിക്കാതെ പോയി തലവെച്ച് കൊടുക്കുന്ന നിലയിലേക്ക് ഈ പറഞ്ഞ AISFന്റെ ഉൾപ്പെടെയുള്ള ലീഡർഷിപ്പ് പോവുകയാണ് എങ്കിൽ അത് ആത്മപരിശോധന നടത്തേണ്ടത് അവരാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഇടതുപക്ഷ ഐക്യം ഏറ്റവും മികച്ച നിലയിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. SFIക്കെതിരെ ഒരു ആരോപണം വരുമ്പോൾ മുന്നണിയിലുള്ള ഒരു പരസ്പരം ഇങ്ങനെ പോരടിക്കുന്നത് ശരിയാണെന്ന് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. പിന്നെ കുട്ടി കോംറേഡ്സിനോടാണ്, ചരിത്രം അറിയാം, ചരിത്രം പഠിക്കുന്നുണ്ട് എന്നാണല്ലോ പറയണത്. ആ പഠിക്കുന്ന കൂട്ടത്തില് സ്വന്തം മുദ്രാവാക്യം ഒന്നും കൂടി മനസ്സിലിരുത്തുന്നത് നന്നായിരിക്കും. സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം. എന്നാ ശരി, ബാക്കി വിശേഷങ്ങളുമായി ഇനി തിങ്കളാഴ്ച. നന്ദി, നമസ്കാരം.